ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ബാക്ക് ഓപ്പൺ പ്രിൻസ് കട്ട് ബ്ലൗസാണ് നിങ്ങളെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം എനിക്ക് നേരത്തെ 2 ചാനൽ ഞാൻ യൂട്യൂബിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയത് കാരണം എനിക്ക് പാസ്വേഡും കാര്യങ്ങളും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എൻ്റെ ആ ചാനൽ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും ഞാൻ പുതിയ ചാനൽ തുടങ്ങിയേക്കുവാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവരൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ബാക്ക് ഓപ്പൺ ആണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് ലൈനിങ് തുണിയിൽ നമുക്ക് ബാക്ക് പീസ് വെട്ടിയെടുക്കാം. എന്നിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ പേപ്പർ വെട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ തുണി വെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ബാക്ക് ഭാഗം ലൈനിങ് തുണി വെട്ടി തന്നെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം വേണ്ടുന്നത് 16.5-ക്ക് 17.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ കഴുത്തകലം ഞാൻ എടുക്കുന്നത് ഒരു 2.25 ഇഞ്ചാണ്. ഷോൾഡർ നമുക്കൊരു മൊത്തത്തിൽ 5.5 ഇഞ്ച് എടുക്കാം. കൈക്കുഴിയുടെ ഇറക്കം ഒരു 6 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഏതൊരു ബ്ലൗസ് വെട്ടിയാലും വണ്ണത്തിൻ്റെ 4-1 നമുക്കിവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിന് 42ആണ്. 42ൻ്റെ 4-1 10.5 ഇഞ്ച്. നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടാം. അപ്പോൾ വേസ്റ്റിൻ്റെയും 4-1 എടുക്കേണ്ടത്. അപ്പോൾ 8.25 ഇവിടെ അടയാളപ്പെടുത്താം. ബാക്കി ഡാർട്ട് ഇടാനായിട്ട് ഒരു 1/2 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. അപ്പം ബാക്കിലെ നെക്ക് ഇറക്കം എന്ന് പറയുന്നത് ഒരു 8.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് ഒരു 4 ഇഞ്ച് താഴ്ത്തി വേണം നമ്മളൊരു 8.5 ഇഞ്ച് അടയാളപ്പെടുത്താൻ. ഇവിടെ ഇപ്പം നമ്മൾ 2.25 ഇഞ്ചാണല്ലോ എടുത്തത്. അപ്പോൾ ഇവിടെ നമ്മളൊരു 2.5 ഇഞ്ചെങ്കിലും എടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ട ഈ കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ബാക്ക് പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ പേപ്പറിലാണ് ഞാൻ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കുന്നത്. ഒറ്റ സൈഡ് മാത്രമേ ഞാൻ വെട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് വേണം ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാൻ. അതായത് ഇവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാൻ. ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്ക് കൊടുക്കുന്നത് നമ്മളൊരു 6 ഇഞ്ചാണ്. അപ്പം നമുക്ക് എന്നിട്ട് നമ്മളുടെ ഇവിടെ ഒരു 6 ഇഞ്ചായിരുന്നല്ലോ കൈക്കുഴി കൊടുത്തത്. അത് നമ്മൾ ഇതേപോലെ തന്നെ വരച്ചതിന് ശേഷം 1 ഇഞ്ച് കുഴിച്ച് വെട്ടാൻ വേണ്ടി 1 ഇഞ്ച്. ഇത് ബാക്ക് ഭാഗമാണ്. ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാൻ വേണ്ടി നമ്മൾ 1 ഇഞ്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രസ്റ്റ് പോയിന്റ് വരുന്നത് ഒരു 10.5 ഇഞ്ചാണ്. ഇവിടെ നിന്ന് നമ്മൾ സൈഡിൽ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ചും അടയാളപ്പെടുത്താം.
ഇവിടെ നിന്ന് ബ്രസ്റ്റ് പോയിന്റ് വരുന്നത് 10.5 ഇഞ്ചാണ്. ഷോൾഡറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വെച്ച് വേണം ബ്രസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്താൻ. അവിടെ നിന്ന് നമ്മൾ ഒരു 3.5 ഇഞ്ച് ഇവിടെ നിന്നും അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ എക്സ്ട്രാ ഇവിടെ 1.5 ഇഞ്ച് അധികം ഇട്ടായിരുന്നല്ലോ. അപ്പം ആ 1.5 ഇഞ്ച് നമ്മളിതാ ഇവിടെ അടയാളപ്പെടുത്തണം. കണ്ടോ, ഇവിടെ അടയാളപ്പെടുത്തണം. എന്നിട്ട് കണ്ടോ, ഇനി മുകളിലോട്ടൊരു 2.5 ഇഞ്ച്. കണ്ടോ, ഇങ്ങോട്ട് നമ്മൾ എക്സ്ട്രാ 1.5 ഇഞ്ച് കൊടുത്തിരുന്നു. ആ എക്സ്ട്രാ 1.5 നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഇതിലേക്കൂടെ കട്ട് ചെയ്തെടുക്കണം. വീണ്ടും നമ്മൾ ഇതിലേക്കൂടെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ഇട്ടുപോയി. ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലോട്ടൊരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് ഈ 1.5 കൊടുത്തില്ല, അതിലോട്ട് ചരിച്ച് ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പീസ് നമ്മൾ തുണിയെ കട്ട് ചെയ്തെടുക്കുമ്പം നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പേപ്പർ വെട്ടിയെടുത്തത്. അപ്പം ഞാൻ ഈ തുണിയുടെ പുറത്തോട്ട് ഈ പേപ്പർ വെച്ച് എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ സെയിം ഇതുപോലെ തന്നെ വരച്ചിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് തള്ളിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അത്രയും മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ ഒരു 1/4 ഇഞ്ച് തള്ളിയിട്ട് വേണം. ഇത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.